ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ OTT അപ്ഡേറ്റുകളെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള പുതിയ OTT അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റ് ഒരു മലയാളം അഡ്വഞ്ചർ മൂവിയാണ് ഒടിയങ്കം. സുനിൽ സുബ്രഹ്മണ്യനാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. കൂടാതെ നിഷ റിദ്ധി, അഞ്ജയ് അനിൽ, ഗോപിനാഥ് രാമൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മനോരമാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മലയാളം ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ്. ചിത്രം സർവമായ. സംവിധായകനായ സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യനാണ് ഈ സിനിമയുടെ രചനവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നിവിൻ പോളിയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. കൂടാതെ അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ് റോസ്ലിൻ. മീന, വിനീത്, സഞ്ജന ദീപു എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നവാഗതനായ സുമേഷ് നന്ദകുമാറാണ് ഈ സീരീസിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഫെബ്രുവരി മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം ത്രില്ലർ മൂവിയാണ് റാസ. ജെസൻ ജോസഫ് സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ മൂവിയിൽ ജെസൻ ജോസഫിനോടൊപ്പം കൈലാഷ്, സുമാദേവി എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. മനോരമാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തിടെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് മലയാളം ത്രില്ലർ സിനിമകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് ചിത്രം പാതിരാത്രി. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രത്തിന PT ആണ്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മനോരമാക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഫെബ്രുവരി മാസം റിലീസിനെത്തുന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അനാക്കോണ്ട. ഒരു ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ഹൊറർ ചിത്രമാണ് അനാക്കോണ്ട. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് തെലുങ്കിൽ നിന്നുള്ളൊരു മൂവിയാണ് ചാമ്പ്യൻ. ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ് ചാമ്പ്യൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് വെബ് സീരീസാണ് വരം. ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഡ്രാമ സീരീസാണ് വരം. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു കൊറിയൻ സീരീസാണ് ദി ആർട്ട് ഓഫ് സാറ. ഒരു ദക്ഷിണ കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സീരീസാണ് ദി ആർട്ട് ഓഫ് സാറ. നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 13 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അതൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി തെലുങ്ക് മൂവിയാണ് പത്താങ്. സൺനെക്സിലൂടെ ജനുവരി 30 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രണീത് പ്രതിപതി. അടുത്തതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ദ കട്ട്. ഷോൺ എല്ലിസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ജനുവരി 30 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി സീരീസാണ് കൊറ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഡ്രാമ സീരീസാണ് കൊറ. നെറ്റ്ഫ്ലിക്സിലൂടെ ഫെബ്രുവരി 11 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തെലുങ്ക് മൂവിയാണ് രാജാ സാബ്. പ്രഭാസ്, മാളവിക മോഹനൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരുതി രചനയും സംവിധാനം നിർവഹിച്ചൊരു ഹൊറർ കോമഡി മൂവിയാണ് രാജാ സാബ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 20 മാർച്ച് 6 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. ഷെയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കോടെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദി മൂവിയാണ് ഇക്കീസ്. അഗസ്ത്യ നന്ദ, സിമർ ഭാട്ടിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ഇക്കീസ്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 12 26 ഇടയിൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദി റെക്കിംഗ് ക്രൂ. ജോനാഥൻ ട്രോപ്പർ തിരക്കഥയൊഴി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ ആക്ഷൻ കോമഡി ചിത്രമാണ് ദി റെക്കിംഗ് ക്രൂ. ജനുവരി 28 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ജോസ് കോളേജ് റോഡ് ട്രിപ്പ്. ടൈലർ പെറി എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ഒരു അമേരിക്കൻ റോഡ് കോമഡി ചിത്രമാണ് ജോസ് കോളേജ് റോഡ് ട്രിപ്പ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫെബ്രുവരി 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് പരാശക്തി. ശിവകാർത്തികേയൻ, രവി മോഹൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധാ കൊങ്ങർ സംവിധാനം ചെയ്ത ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പരാശക്തി. 52 കോടി രൂപയ്ക്ക് C5 ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഫെബ്രുവരി മാസം സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഒരു അമേരിക്കൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്.
ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത അവതാർ ചലച്ചിത്ര പരമ്പരയിലെ മൂന്നാം ഭാഗമാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഡിസ്നി പ്ലസും ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസം റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു അഡ്വഞ്ചർ സീരീസാണ് വൺ പീസ് ഇൻടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 10 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹിം. ജസ്റ്റിൻ ടിപ്പിംഗ് രചനയും സംവിധാനവും നിർവഹിച്ചൊരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഹിം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.